ശ്ശേ. ശ്ശേ. ഇവിടെ വച്ചിരുന്നതാണല്ലോ. അയ്യോ, എവിടെ പോയി? അയ്യോ, എന്റെ ഈശ്വര. എന്താ ചേച്ചി, എന്താ പറ്റി? ആ മോതിരം കാണുന്നില്ല. മോതിരം കാണുന്നില്ലെന്നോ? ഇവിടെ നോക്കിയില്ലേ? ആ, ഞാൻ ഇവിടെ തന്നെ വെച്ചിരുന്നേ. മോളിലും കൂടെ നോക്ക്. ഇതിപ്പോ കിട്ടിയില്ലെങ്കിൽ ആകെ കുഴപ്പമാവുമല്ലോ. നമുക്ക് നോക്കാം. എന്നാലും അത് എവിടെയാ പോയേ? അയാളോട് ഞാൻ ഇനി എന്ത് സമാധാനം പറയും? അമ്മേ, അമ്മേ, എന്താ? എന്തു പറ്റി? അമ്മ ചേച്ചിയുടെ മോതിരം എടുത്തോ? ഏത് മോതിരം? ആ DKയുടെ വീട്ടിൽ നിന്ന് ചേച്ചി ഏൽപ്പിച്ച മോതിരം കാണാനില്ല. ഇവിടെ എല്ലാം നോക്കി. അമ്മ ഞാൻ എടുത്തോ? ഞാനോ? ഞാനൊന്നും എടുത്തില്ല. മോളെ, നീ ഇതെവിടെ വെച്ച്? സമാധാനമായിട്ട് നോക്കി നോക്ക്. മമ്മി, ഞാനത് അവിടെ തന്നെ വച്ചിരുന്നതാ മമ്മി. പക്ഷെ ഇപ്പൊ കാണുന്നില്ല. ദാ ഇതല്ലേ? ആ, അതന്നെ അതന്നെ. ദാ നോക്കട്ടെ. അയ്യോ, ഇതിനകത്ത് ഉണ്ടായിരുന്നാണല്ലോ. ഇതിപ്പോ എവിടെ പോയി? മമ്മി, ഇതിനകത്താ ഞാൻ വെച്ചേ. അല്ല, ഇതെങ്ങനെ താഴെ കിടന്ന്? ആ, അപ്പൊ പിന്നെ സംശയിക്കണ്ട. ഇതാരോ എടുത്തത് ചേച്ചി. അമ്മയെങ്ങാനെടുത്ത് മാറ്റി സൂക്ഷിച്ചിട്ടുണ്ടോ? പെണ്ണെ, തോന്നിയസം പറഞ്ഞല്ലോ. ഞാൻ എന്തിനാടി മോതിരം എടുത്ത് മാറ്റി സൂക്ഷിക്കുന്നേ? എനിക്കെന്താ ഭ്രാന്തുണ്ടോ? അയ്യോ, എന്റെ പ്രിയ. എന്ത് പറ്റി? DK ചേച്ചിയുടെ കയ്യിൽ ഏൽപ്പിച്ച മോതിരം കാണാനില്ല. ഞങ്ങളിവിടെ ഫുള്ള് നോക്കി. അതെ, കഴിഞ്ഞ ദിവസം മോൾ അടുക്കളയിൽ വെച്ചെടുത്തല്ലോ. ഇനി അവിടെ എങ്ങനെ കാണൂ? മോള് ചെന്ന് അടുക്കളയെ നോക്ക്. ചിലപ്പോ അവിടെ അങ്ങനെ മറന്നു വെച്ചതാണെങ്കിലും. ചെല്ലുമോളെ. എടി, നീ അപ്പുറത്തെ അല്ല, മോതിരം കാണുന്നില്ല. മോതിരോ? ആ, കഴിഞ്ഞ ദിവസം അവളെ അടുക്കള കൊണ്ടുവച്ചത് നീ കണ്ടതല്ലേ? ആ, ഇനി നീ എങ്ങാനും എടുത്തോ? അയ്യോ, മഹാപാവം പറയില്ലല്ലേ ചേച്ചി. എനിക്കെന്തിനാ മോതിരം? സ്വർണത്തിനൊക്കെ ഇപ്പൊ എന്താ വില? ഞാൻ ഇവിടെ നോക്കട്ടെ. മോതിരാണെങ്കിലും അത് വിറ്റാലും കിട്ടും രൂപ 10-50,000. നിനക്കാണെങ്കിൽ പൈസക്കൊക്കെ വലിയ അത്യാവശ്യമല്ലേ? വല്ല ദുഷ്ചിന്തയും തോന്നിയോ? എന്റെ ഭഗവതി, എന്താ ഈ ചേച്ചി പറയുന്നേ? മമ്മി, മതി. ചേച്ചി അതൊന്നും എടുക്കില്ല. എനിക്ക് ഉറപ്പുണ്ട്. ഞാനത് ഇവിടെ നിന്നെടുത്ത് മുറി കൊണ്ടുപോയതാ. അശോ, പിന്നെ ആ മോതിരം എവിടെ പോയി? മോള് ശരിക്കും എല്ലായിടത്തും നോക്കിയായിരുന്നോ? എടി, നിന്റെ ബാഗ് സാധനങ്ങളൊക്കെ എടുത്തോണ്ടോന്നേ. മമ്മി ചെല്ല്. എന്തിനാ ചേച്ചി എന്നെ ഇങ്ങനെ സംശയിക്കുന്നേ? അങ്ങനെ ഒരു വേണ്ടാതീനെ ഞാൻ കാണിക്കോ? പട്ടിണി കിടന്നാലും ആരുടെ ഒന്നും എടുക്കുന്ന സ്വഭാവം ഇന്നേ വരെ എനിക്കില്ല. അല്ല, അങ്ങനെ സംശയിക്കാനാണെങ്കിൽ അമ്മയുടെ ബാഗും പരിശോധിക്കേണ്ടി വരും. അമ്മയ്ക്കാണല്ലോ സ്വർണത്തിനോട് ഭയങ്കര ആശയം. ഇങ്ങനെ പറഞ്ഞ മോന്തയ്ക്ക് കുത്തുവച്ചാൽ ഞാൻ. എടി, ബാഗ് എടുത്തോണ്ടോന്നേ. മമ്മി വെറുതെ ചേച്ചിയെ സംശയിക്കണ്ട. നിങ്ങൾ ആരും അത് എടുത്തിട്ടുണ്ടാവില്ല. ഞാൻ ഒന്നുകൂടി പോയി നോക്കട്ടെ. മോളെ കിട്ടിയോ? ഇല്ല ചാ, കിച്ചണിലെങ്ങും ഇല്ല. ഇനി മുറിയിൽ ഒന്നുകൂടെ നോക്കണം. ചിലപ്പോ കട്ടിലിനടിയിലെങ്ങാനും ഉണ്ടെങ്കിലോ? എനിക്കിതെടുത്ത് മാറ്റിയത്. നിങ്ങൾ എന്താ ഒരുമാതിരി ഉദാസീനായിട്ട് നിൽക്കുന്നേ? ആ മോതിരം കണ്ടില്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയോ നിങ്ങൾക്ക്? അവിടെ എവിടെയെങ്കിലും വീണ് കിടപ്പുണ്ടാവുന്നേ. ഒന്നുകൂടെ നോക്കിയാ കിട്ടും. നമ്മളെ കിട്ടിയോ? ഇല്ല അച്ഛാ, മോതിരം ആ മുറിയിൽ എങ്ങും ഇല്ല. അയ്യോ, ചതിച്ചല്ലോ ഭഗവാനെ. ഇനിയിപ്പോ എന്ത് ചെയ്യും? നീ ഇങ്ങനെ കിടന്ന് ബഹളം വയ്ക്കല്ലേ. മോളെ, മോതിരം കാണാനില്ലെന്നുള്ള വിവരം നമുക്ക് അവരോട് തുറന്നു പറഞ്ഞാ പോരെ? നിങ്ങൾ എന്തറിഞ്ഞിട്ടാ മനുഷ്യ ഈ പറയുന്നേ? അയാളുടെ ജീവനേക്കാൾ വലുതാണെന്ന് പറഞ്ഞ് ഇവളെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാ മോതിരം. അത് കാണാനില്ലെന്ന് പറഞ്ഞ
പിന്നെ ഈ കല്യാണം തന്നെ നടക്കില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും മോളെ? എനിക്ക് അറിഞ്ഞൂടച്ചാ. DKക്ക് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു ആ മോതിരം. സൂക്ഷിക്കാൻ ഏൽപ്പിച്ചപ്പോ അയാൾ അത് എന്നോട് പ്രത്യേകം പറഞ്ഞതുവാ. ഇനിയിപ്പോ അത് കാണാനില്ലെന്ന് പറഞ്ഞാ അയാൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓ ഈ കല്യാണം മുടങ്ങിയ എന്റെ എല്ലാ പദ്ധതികളും തകരും. ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. DK, നീ ഈ ഭൂമിയിൽ സന്തോഷത്തോടെ ജീവിക്കുന്നത് എനിക്ക് കാണണം. അതുകൊണ്ട് നിന്നെ ഞാൻ മറ്റൊരാൾക്ക് നൽകുകയാണ്. നല്ലൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് നീ വിവാഹം കഴിക്കണം. നിന്റെ ആഗ്രഹം പോലെ ഞാൻ ഇനി ജീവിക്കാൻ ശ്രമിക്കുക. നാളെ റിംഗ് എക്സ്ചേഞ്ചാ. പക്ഷേ എന്റെ കണ്ടീഷൻസിൽ ഒരു മാറ്റവും വരുത്താൻ എനിക്ക് കഴിയില്ല. ജ്യോതി അവളൊരു പാവം കുട്ടിയാ. എന്നാൽ നിനക്ക് പകരമാകാൻ അവൾക്കെന്നല്ല ആർക്കും ഒരിക്കലും കഴിയില്ല. സത്യത്തിൽ അവളല്ല തെറ്റുകാരി, ഞാനാ. നിനക്ക് പകരമായി ആരെങ്കിലും സ്വീകരിക്കാൻ എനിക്കാണ് കഴിയാത്തത്. എന്റെ ജീവിതത്തിലേക്ക് മറ്റൊരു പെണ്ണും വരുന്നത് എനിക്കിഷ്ടമല്ല. പക്ഷേ നിന്റെ ആഗ്രഹം അത് ഞാൻ സാധിച്ചു തരും. അതിനുവേണ്ടി ആരുടെ ശാപവും ഞാൻ ഏറ്റുവാങ്ങിക്കോളാം. ഈ വിവാഹം നിനക്ക് വേണ്ടി മാത്രമാണ്. മൈ ഡിയർ കണ്ണ, താങ്ക് യു വെരി മച്ച്. വീണ്ടും എന്റെ ദേവൻ ഒരു കല്യാണം കഴിക്കാൻ സമ്മതിക്കുന്നു ഞാൻ കരുതിയില്ല. നാളെ അവന്റെ റിംഗ് എക്സ്ചേഞ്ചാ. എല്ലാം നിന്റെ മിടുക്ക. കണ്ണ, എനിക്കൊരു സീക്രട്ട് മാറ്റർ നിന്നോട് പറയാനുണ്ട്. അവന്റെ 7 കണ്ടീഷൻസ് അതൊരു പ്രോബ്ലം തന്നെയാ. മേ ബി ബിഗ് പ്രോബ്ലം. കല്യാണം കഴിഞ്ഞിട്ടും അവൻ അതിൽ തന്നെ ഉറച്ചു നിന്ന അവന്റെ ഫാമിലി ലൈഫ് ആകെ കുഴപ്പമാകും. അതിനൊരു പരിഹാരം കണ്ടേ പറ്റൂ. ആ 7 കണ്ടീഷൻസ് അവൻ മറക്കണം. അവരൊരുമിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കണം. എന്റെ മോന്റെ മനസ്സിൽ ജ്യോതിയിലുള്ള ഇഷ്ടം ഉണ്ടാവണം. അവളെ സ്നേഹിക്കണം. അത് കണ്ടിട്ട് വേണം എനിക്ക് സന്തോഷത്തോടെ കണ്ണടയ്ക്കാൻ. കൃഷ്ണ, ഗുരുവായൂരപ്പ. സരോവരത്തിലേക്ക് വണ്ടി അയച്ചോ? ഓ, അതൊക്കെ എപ്പോഴേ പോയിട്ടുണ്ട്. അല്ല, അവർക്ക് അവിടെ നിന്ന് ഒരു വണ്ടി വിളിച്ചിങ്ങോട്ട് വന്നത്. അതൊന്നും നമ്മൾ അന്വേഷിക്കണ്ട. DK പറഞ്ഞത് അനുസരിക്കുക, അത് മാത്രം ചെയ്താൽ മതി. ഓ, പിന്നെ ഞാനേ ആ ഡ്രൈവറെ ഒന്ന് വിളിച്ചോട്ടെ. ഹലോ, എവിടെത്തി? ഞാനിതാ ഇവിടെ എത്തിക്കഴിഞ്ഞു. താമസിക്കരുതേ, അവരെയും കൂട്ടി വേഗം ഇങ്ങെത്തണം. ശരി സാർ. ഓക്കെ, വാ. റെഡിയായില്ലേ? അതെ, അവര് കൊണ്ടുവന്ന ആഭരണങ്ങളൊക്കെ ഇട്ടില്ലേ മോളെ? ആ ഉണ്ട്. പക്ഷേ മൊത്തത്തിലൊന്ന് ഓവറായി പോയോന്നൊരു സംശയം. അതെ, ആർക്കാനും വേണ്ടി ഓക്കാനിക്കല്ല വേണ്ടത്. ഇന്ന് നടക്കുന്നതേ കല്യാണ നിശ്ചയ ചടങ്ങാ. അപ്പൊ അതിനനുസരിച്ച് വേണം ഉടുപ്പും നടപ്പും ഒക്കെ. ആ അതെ, ജ്യോതിമോളൊന്ന് എഴുന്നേറ്റേ. ഇപ്പൊ മോള് സുന്ദരിയായില്ലേ? നോക്ക്,
ഷോ ആന്റിക്കും കൂടെ വരായിരുന്നു അല്ലേ? അത് വേണ്ടാന്നേ. ഇവളാ മരുമോള് താരയുടെ വീട്ടിലെ വേലക്കാരിയായിരുന്നില്ലേ? കൂടെ കൊണ്ടുപോയി ഇനി അത് ഓർമ്മിപ്പിക്കണോ? നീ ഇവിടെ നിന്നാ മതി. വിശേഷങ്ങളൊക്കെ ഞങ്ങൾ വന്നിട്ട് പറയാം. ഒന്ന് സന്തോഷായിട്ടിരിക്കും മോളെ. മമ്മി എന്താ ഇങ്ങനെ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത്? ആ മോതിരത്തിന്റെ കാര്യം പറയുമ്പോ ഹിറ്റ്ലർ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഓർത്തിട്ട് എനിക്ക് ഒരു സമാധാനവും കിട്ടുന്നില്ല. അറിഞ്ഞുകൊണ്ട് കൈമോശം വരുത്തിയല്ലോ മോളെ. അതിനിങ്ങനെ ടെൻഷനായാലോ? തെറ്റ് നമ്മുടെ ഭാഗത്തായി പോയില്ല അച്ഛാ. ഭദ്രമായിട്ട് സൂക്ഷിക്കാൻ പ്രത്യേകം പറഞ്ഞേൽപ്പിച്ച മോതിരം നഷ്ടപ്പെട്ടോന്ന് എങ്ങനെയാ അയാളുടെ മുഖത്ത് നോക്കി പറയുന്നേ? അതോർത്ത് നീ ഇവിടുന്നേ ഇങ്ങനെ ടെൻഷൻ ആവണ്ട മോളെ. ആ ഡിക്കയോട് ഞാൻ സമാധാനം പറഞ്ഞോളാം. വണ്ടി എത്തിയിട്ടുണ്ട്. ഇറങ്ങാം. അച്ഛാ നന്നായി വരും. മമ്മി എല്ലാം മംഗളമായിട്ട് വരും. നമുക്ക് ഇറങ്ങാം. വാ. ഇതൊക്കെ എന്തിനാണോ എന്തോ. ദുരന്തം വരുമ്പോ ആരെങ്കിലും ഇങ്ങനെ ആഘോഷിക്കോ? ഒരു ബേക്കറിക്കാരി മരുമകളായിട്ട് വരുന്നതിന് ഇത്ര ഒരുക്കങ്ങൾ വേണം? ഒരുക്കങ്ങളും അലങ്കാരങ്ങളും ഒന്നും വേണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. അവള് വരട്ടെ. ഈ അലങ്കാരങ്ങൾക്കിടയിൽ വെച്ച് DK അവളെ ആട്ടിപ്പായിക്കുമല്ലോ. നാണം കെട്ട് മടങ്ങിപ്പോവാൻ അവളുടെ വിധി. കണ്ടില്ലേ DKയുടെ കൂടെ അവൾക്ക് ഇരിക്കാനുള്ള സപ്രപഞ്ചം. ഈ വിളിച്ചുകൂട്ടിയ ആൾക്കാരുടെ മുന്നിൽ വെച്ച് ചടങ്ങ് അലങ്കോലായാൽ DKയ്ക്ക് അത് നാണക്കേടാവില്ലേ? കുറച്ച് നാണക്കേട് DK അനുഭവിക്കണം. നമ്മളെല്ലാവരും ഒരുമിച്ച് വേണ്ടാന്ന് പറഞ്ഞിട്ടും വാശി പിടിച്ച് നടത്തുന്ന എൻഗേജ്മെന്റ് അല്ലേ? അത് മുടങ്ങുന്നതിന്റെ അപമാനം കൂടി സഹിച്ചേ പറ്റൂ. മായ, നിങ്ങൾക്ക് തീരെ താല്പര്യമില്ലാത്തൊരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. പക്ഷെ ഒന്നും ഓർക്കണം, DKയുടെ തീരുമാനമാണ്. അതിന് ഇനി നമ്മൾ തടസ്സം നിൽക്കരുത്. ആര് തടസ്സം നിൽക്കുന്നു? സ്വയംവരത്തിന് സാക്ഷികളാവാൻ കാത്തിരിക്കല്ലേ ഞങ്ങള്. നമുക്ക് പറയാനുള്ള അഭിപ്രായം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ടും DK ഇതിനു വേണ്ടി വാശി പിടിക്കുന്നു. ആരുടെ ഒരു വാക്ക് കൊണ്ടുപോലും DKയ്ക്ക് മുറിവേക്കരുത്. അത് ഓർമ്മ വേണം. ഞങ്ങൾ ആരെയും മുറിവേൽപ്പിക്കുന്നില്ലേ? മുറിവേറ്റത് മുഴുവൻ നമുക്കല്ലേ? ഒരു ദരിദ്രവാസി പെണ്ണിനെ അമ്മായിയുമായിട്ട് ചുമക്കണ്ടേ? ചുമക്കേണ്ടി വന്നാ ചുമക്കണം. ഇനി നിങ്ങൾ ആരും DKയുടെ തീരുമാനത്തിനെതിരെ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഞങ്ങൾ ആരും ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ പോകുന്നില്ല. അതൊക്കെ സ്വയം ഉണ്ടായിക്കോളും. DKയുടെ ജീവിതത്തിന്റെ ദുരിതകാലം ആരംഭിക്കാൻ പോകുന്നത് അവളുടെ വരവോടെയാ. കണ്ണ, ഇന്നത്തെ ചടങ്ങുകളെല്ലാം ഭംഗിയാക്കി തരണേ കണ്ണ. കൃഷ്ണ, ഗുരുവായൂരപ്പ. അമ്മയുടെ പ്രാർത്ഥനയൊന്നും ഭഗവാൻ കേൾക്കില്ല. ഇന്ന് അമ്മ കരയും. മിണ്ടല്ലേ, DK വരുന്നു. ഹലോ DK. എല്ലാരും മുകളിലേക്ക്. ശരി. മോനെ, ഇന്നേ എന്റെ ഇഡ്ലിക്കടന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോഴേ പതിവിലും കവിഞ്ഞൊരു മനസമാധാനായിരുന്നു.
എല്ലാം മംഗളമായി തന്നെ നടക്കുന്ന ഇഡ്ലിക്കണ്ണൻ അമ്മയുടെ മുഖത്തോക്കി പറയും പോലെ തോന്നി. മംഗളമാണോ അമംഗളമാണോ എന്ന് ഉടനെ തന്നെ അറിയാം. ആ ജ്യോതി ഒന്നിങ്ങോട്ട് വന്നോട്ടെ. വാ. ജ്യോതിമോളെ, മമ്മി പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. മോൾ അതുപോലെ അങ്ങ് ചെയ്താ മതി. മോതിരത്തിന്റെ കാര്യം പറഞ്ഞിട്ടായാലും ഇതൊന്നും മുടങ്ങി കിട്ടിയാൽ മതിയായിരുന്നു. മോളെ സമയമായി പോ. വാ. അവളുടെ ആ മുഖത്തെ പേടി കണ്ടില്ലേ മായച്ചി? ഓവർ ആക്ട് ചെയ്ത് മറ്റുള്ളവർക്ക് സംശയം ഉണ്ടാക്കരുത്. യുദ്ധം തുടങ്ങാൻ പോകുന്നതേയുള്ളൂ. മോളെ സുന്ദരിയായിരിക്കുന്നല്ലോ. എല്ലാരും സുഖമായിരിക്കുന്നല്ലോ. മോതിരം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലേ? മോതിരം എവിടെ? ദേവ മൈസൻ, എന്തിനത്ര ധൃതി? ഇവരിപ്പോ അന്ന് കേറിയതല്ലേ ഉള്ളൂ. ഞാൻ ചോദിച്ചത് ആ മോതിരത്തെ കുറിച്ചാ. ജ്യോതിമോളെ, അമ്മയുടെ അനുഗ്രഹം വാങ്ങ്. ഇന്ന് കാല് പിടിക്കും, നാളെ കാല് വരാതിരുന്നാ മതി. ഇനി ചടങ്ങിലേക്ക് കിടക്കാം. ആ മോതിരം തരൂ. തീർന്നു. ഇതോടെ അവളുടെ കാര്യം. മോതിരം തരാൻ എന്തെത്രയ്ക്ക് ആലോചിക്കുന്നത്? അവളുടെ മുഖത്ത് തുള്ളി രക്തമില്ല, കണ്ടില്ലേ വിളറി വെളുത്ത് നിൽക്കുന്നത്. സന്തോഷം ഉള്ളില് മതി, പുറത്ത് കാണിക്കരുത്. ഇതൊക്കെ കാണുമ്പോ എങ്ങനെ സന്തോഷിക്കാതിരിക്കും? ഇനി ഈ ടെൻഷൻ താങ്ങാൻ എനിക്ക് വയ്യ. സത്യം ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. ഞാൻ ചോദിക്കുന്നത് കേൾക്കുന്നില്ലേ? എവിടെ മോതിരം? അത് പിന്നെ ആ മോതിരം എന്റെ കയ്യിലുണ്ട്. ജ്യോതിമോളുടെ കയ്യിൽ നിന്ന് കളഞ്ഞു പോകാതിരിക്കാൻ ഞാനിതെടുത്ത് സൂക്ഷിച്ചു വെച്ചു. ഇതെപ്പോ നമ്മളിത് അടിച്ചു മാറ്റിയതല്ലേ, പിന്നെ അവർക്ക് ഇത് എവിടെ നിന്ന് കിട്ടി? ഇതിലെന്തോ ഒരു മറിമായം നടന്നിട്ടുണ്ട്. ദാ മോളെ, നീ തന്നെ കൊടുക്ക്. എന്താ ഇത്? ഇത് ഞാൻ തന്ന മോതിരമല്ലല്ലോ. ഇനി നമ്മുടെ ചാൻസാ. കൂടെ നിന്നോണം. DK ചോദിച്ചത് കേട്ടില്ലേ? യഥാർത്ഥ മോതിരം എവിടെ പോയി?
അല്ലെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ഇട്ടുകൊണ്ട് നടക്കുന്നതാണല്ലോ ശീലം. നിനക്ക് പണത്തിന് ആവശ്യം വന്നപ്പോ ചിലപ്പോ അത് വിറ്റ് കാണും അല്ലേ? ഒറിജിനലിന് പകരം ഈ ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ടുവന്ന ആരും അറിയില്ല എന്ന് വിചാരിച്ചോ? ഞാനത് സൂക്ഷിച്ചു വെച്ചിരുന്നതാ. പക്ഷെ എങ്ങനെയും മിസ്സായിപ്പോയി. അയ്യോടി പാപം, മിസ്സായി പോലും. ആ വിലപിടിപ്പുള്ള മോതിരം നിന്നെ വിശ്വസിച്ച DK നിന്റെ കയ്യിൽ തന്നത്. സുപ്രിയാന്റിയുടെ മോതിരം DKക്ക് എത്ര പ്രിയപ്പെട്ടതാണെന്ന് നിനക്കറിയോ? വെറും സ്വർണത്തിന്റെ വില അല്ല അതിന്. നിന്റെ ഈ രണ്ടാനമ്മയായിരിക്കും അടിച്ചു മാറ്റിയത്. എന്നിട്ട് പകരം മാറ്റും തൂക്കവും കുറഞ്ഞ മറ്റൊരു മോതിരം വാങ്ങി ഇതിനകത്ത് വെച്ചു. എന്തൊരു ധൈര്യമാ നിങ്ങൾക്ക്! ഇനി ഈ കൊണ്ടുവന്ന മോതിരം ഇമിറ്റേഷൻ അല്ലെന്ന് ആരറിഞ്ഞു? ഇവിടെ കാലെടുത്ത് കുത്തുന്നതിന് മുൻപ് തന്നെ വില പിടിപ്പുള്ള മോതിരം അടിച്ചു മാറ്റി. DKയുടെ ഭാര്യയായിട്ട് ഇവൾ ഇതിനകത്ത് വന്നു കഴിഞ്ഞാലത്തെ സ്ഥിതി പിന്നെ എന്താവും?